പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ തുടങ്ങാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും പിന്നെ എനർജി പ്രോസസ്ഡ് ബൈ ഫ്ലൂയിഡ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിളിലേക്കാണ് പോകാനുള്ളത്. ബെർണോളിസ് പ്രിൻസിപ്പിളും അതിൻ്റെ പ്രൂഫ് പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ഓക്കെ, എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത് നോക്കൂ. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റിലേക്ക് വരെ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ ഉറച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്തിട്ടാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ നിലനിൽക്കുന്നത് എന്നത് നിങ്ങൾക്ക് നല്ല ഓർമ്മയിൽ എപ്പോഴും വരേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ പ്രൂഫ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു ആശയത്തിൽ ഈ എവിടുന്ന് തുടങ്ങണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഉത്തരം ഇതാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, ആൻഡ് അപ്ലൈസ് ടു ഐഡിയൽ ഫ്ലൂയിഡ്സ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്രസിബിൾ, നോൺ വിസ്കസ്, വിസ്കോസിറ്റി ഇല്ലാത്ത അത്തരം ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. എന്താ സ്റ്റേറ്റ്മെന്റ് നോക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് സം ഓഫ് pressure energy per unit volume, kinetic energy per unit volume and potential energy per unit volume of an incompressible non-viscous fluid in a streamlined flow remains constant. In a streamlined flow remains constant. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. നമുക്ക് ഇതിന്റെ വിശദമായ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. പക്ഷേ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി വെക്കുക. സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, potential energy per unit volume of an ideal fluid in streamlined flow remains constant. അപ്പോൾ ഈ വ്യത്യസ്ത എനർജി പെർ യൂണിറ്റ് വോളിയം ഒക്കെ എന്താന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച്, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താ? ഇപ്പൊ നോക്കൂ, ഫോർ എക്സാമ്പിൾ ഇത് ഒരു ഇതാവും, ഈ രൂപത്തിലാണെന്ന് വിചാരിക്കും. ഇതിലൂടെ സ്ട്രീം ലൈൻ ഫ്ലോ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പ്രഷർ എനർജി പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്തപ്പോൾ ഒരു കെ എന്ന വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഉള്ള പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് ടു ഗെറ്റ് ദ സെയിം കെ. മനസ്സിലായോ? അങ്ങനെ വ്യത്യസ്ത പോയിന്റിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ വാല്യൂ കിട്ടും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെയും പറയാം, ഇപ്പോൾ ഇവിടെ ഇതിന്റെ വാല്യൂ P1 ആണ്. അപ്പൊ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1, അതാണ് ഇവിടുത്തെ വാല്യൂ. ഇവിടുത്തെ കറസ്പോണ്ടിങ് വാല്യൂ നോക്കൂ, P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2, ഇത് കോൺസ്റ്റന്റ് ആണ്. ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ നോക്കൂ, P3 പ്ലസ് ഹാഫ് റോ V3 സ്ക്വയർ പ്ലസ്, മനസ്സിലായോ, പ്ലസ് റോ GH3 ഈക്വൽ ടു, അതങ്ങനെ ഈക്വൽ ആയിട്ട് പോകും എന്നാണ് ആ പറഞ്ഞതിന്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് പോയിന്റുകളാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ്, ദ സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ സ്ട്രീംലൈൻഡ് ഫ്ലോ ഇസ് എ കോൺസ്റ്റന്റ്. ഇക്വേഷൻ നോക്കൂ, ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അടുത്ത പോയിന്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. മനസ്സിലായല്ലോ? ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഡെറിവേഷൻ ആണ്, സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് എങ്ങനെ തുടങ്ങും എന്നുള്ളതിനുള്ള ആൻസർ ആണ്. നിങ്ങൾ ആദ്യം ഇത് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഓഫ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, അപ്പോൾ ദ ലോ ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. പ്രൂഫാണ് ചെയ്യാൻ പോണത്. ദ ലോ ഈസ് ബേസ്ഡ് ഓൺ മീൻസ് ദ പ്രിൻസിപ്പിൾ, ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ. Bernoulli's
Bernoulli's principle, okay, is based on law of conservation of energy. Law of conservation of energy. ഇത് പറഞ്ഞ് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിൽക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോവാണ്. മാത്രമല്ല ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നോക്കൂ. ഇവിടെ ഞാനൊരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ക്രോസ് സെക്ഷൻ സെയിം ആണ്, പക്ഷെ ഇവിടെ വേറെ ക്രോസ് സെക്ഷൻ ആണ്. കണ്ടിന്യൂസ്ലി ക്രോസ് സെക്ഷൻ മാറുന്ന ആ കേസും ആവാം, അത് കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഇതായിരിക്കും എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഡയഗ്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തുള്ള പ്രഷറാണ് P1, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ദാറ്റ് ഈസ് A1. ദെൻ ഇവിടെയുള്ള വെലോസിറ്റി, ലിക്വിഡിന്റെ ഇവിടുത്തെ വെലോസിറ്റി V1 ആണ്. അതുപോലെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് ഇവിടെ V2, A2, P2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. മോറോവർ ഇവിടുത്തെ ഇതിന്റെ ഹൈറ്റ് H1 ആണ്, ഇവിടെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് H2 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം നമുക്ക് എന്ത് എഴുതാം? A1 V1 is equal to A2 V2 equal to A2 V2. ഇതിന് നമ്മൾ ആരോടും ചോദിക്കേണ്ടതില്ല, ഇത് നമുക്കറിയാം. A1 V1 is equal to A2 V2 അറിയാലോ. ഓക്കെ, ഇനി നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ കോൺസെപ്റ്റ് ഇത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്താണ്. ഇവിടെ നോക്കൂ, ഇവിടെ ലിക്വിഡിന് അങ്ങോട്ട് തള്ളുന്നത് ശരിക്കാരാ? പ്രഷറാ അല്ലെ? ഇവിടുത്തെ പ്രഷർ കൊണ്ടാണല്ലോ, പ്രഷർ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് P1 A1 കൊടുത്ത്. ആ ഫോഴ്സ് കൊണ്ടാണ് ലിക്വിഡ് ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് പിന്നെ പ്രഷർ എനർജി ഇവിടെ വർക്ക് ചെയ്യണം. പ്രഷർ എനർജി ഇവിടെ വർക്ക് ചെയ്യുന്നു. ആ വർക്ക് എന്തിനൊക്കെ കാരണമാകുന്നു? പ്രഷർ എനർജി ചെയ്യുന്ന വർക്ക് ഇവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് ആയിട്ടും പൊട്ടൻഷ്യൽ എനർജി, കാരണം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആയിട്ടും ഇവിടെ കൺവേർട്ട് ചെയ്യപ്പെടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു, ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ പ്രഷർ എനർജി. കാരണം ചെയ്ത വർക്ക് എവിടെ പോകുന്നു എന്നുള്ളതാണല്ലോ, എവിടെ പോണില്ല എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മളോട് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, the net work done by the pressure energy is equal to change in kinetic energy plus change in potential energy. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇനി നമ്മൾ ഒന്നുകൂടെ പറയാം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇവിടെ ലിക്വിഡ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യാണ്, ലിക്വിഡിനെ ഇവിടുന്ന് തള്ളി വിടുന്നത് ഇവിടുത്തെ ഈ പ്രഷറാണ്. അപ്പൊ ഈ പ്രഷർ എനർജിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പ്രഷർ എനർജി ചെയ്യുന്ന വർക്ക് മൂലം വർക്ക് എന്തായിട്ടാണ് അത് പിന്നെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? കൈനറ്റിക് എനർജി ആയിട്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും. അപ്പൊ ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും കാണാം, അതിന്റെ ഡിഫറൻസ് കാണാം. അതുപോലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കാണാം. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ എനർജി ചെയ്ത് വർക്കുകൾ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എനിക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടെത്താൻ പോകണം. ആദ്യം ഞാൻ കണ്ടെത്താൻ പോകുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു kinetic energy at B minus kinetic energy at A. That is equal to, അല്ലേ, kinetic energy at B minus kinetic energy at A. That is equal to half into M into the ബിയിലെ kinetic energy എടുക്കുന്നത്, ബിയിലെ വെലോസിറ്റി V2 ആണ്. അപ്പോൾ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, മാസ് സെയിം ആയിരിക്കുമല്ലോ അല്ലേ. ഹാഫ് ഇൻറ്റു M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇവിടെ നമുക്ക് ആരാളുള്ളത്? ഇവിടെ നമുക്ക് മാസ് ഉണ്ട്. ഈ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ ചെയ്ത കാര്യമാണ്. ലെറ്റ് മീ ചേഞ്ച് ദ കളർ. യെസ്, കൊടുക്കും. അവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ എം മാസ് ഇവിടെ നാണ്ട് പോയിട്ടുണ്ടെങ്കിൽ മാസ് കൺസർവേഷൻ അനുസരിച്ച് അത്ര തന്നെ മാസ് ഇവിടെ ഉണ്ടാവണം. അതായത് ഈ ഷെയ്ഡ് ചെയ്തതിന്റെ മാസ് എത്രയാണോ അതന്നെ ആയിരിക്കും, അത്ര തന്നെ മാസ് ഇവിടെ അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലെ. വോളിയം എന്താ ഇവിടെ നോക്കൂ, ഇവിടുത്തെ വോളിയം എന്താ? ഇവിടുത്തെ വോളിയം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ഇവിടെ ഈ ലെങ്ത് ഡെൽറ്റ ടി സമയം കൊണ്ട് V1 ഡെൽറ്റ ടി ആണല്ലോ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുക. ഇവിടുത്തെ വെലോസിറ്റി V ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് V1 ഡെൽറ്റ ടി നമ്മൾ പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ. അപ്പൊ മാസ് എന്ന് പറഞ്ഞാല് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പൊ വോളിയത്തിന് ഞാൻ എഴുതുന്നു A1 V1 ഡെൽറ്റ ടി പിന്നെ ഇൻറ്റു ഡെൻസിറ്റി റോ. ഇനി അതേ മാസ് തന്നെയാണ് ഇവിടെയും. അപ്പൊ എനിക്ക് ഇവിടെ എന്താ എഴുതാ? A2 V2 ഡെൽറ്റ ടി റോ. ഇതിൽ ഡെൽറ്റ ടി റോ ക്യാൻസൽ ചെയ്തിട്ടാണല്ലോ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ,
അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്ന നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എമ്മിന് ഞാൻ കൊടുക്കുകയാണ് A1 V1 ഡെൽറ്റ ടി റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഞാൻ കൊടുത്തു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ചെയ്യാം. The change in potential energy. Change in potential energy is equal to നിങ്ങൾക്കറിയാം mgh2 minus h1. h2 minus h1 that is equal to m നെ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A1 V1 ഡെൽറ്റ ടി റോ ഇൻറ്റു h2 മൈനസ് h1 ഇൻറ്റു h2 മൈനസ് h1 that is equal to ഇക്വേഷൻ നമ്പർ 2. അതും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പണി എന്താണ്? അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമ്മൾ ചെയ്തു, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രഷർ എനർജി ചെയ്ത വർക്ക് ഡൺ ആണ്. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ അല്ലേ? അതായത് നെറ്റ് വർക്ക് ഡൺ. കാരണം ഇവിടെ നെറ്റ് വർക്ക് ഡൺ ഞാൻ പറയാൻ കാരണം നമുക്ക് ഇവിടെ ഡയഗ്രത്തിലേക്ക് പോകും. ഇവിടെ പ്രഷർ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഫ്ലൂയിഡാണ്. പക്ഷെ ഇവിടെ ഫ്ലൂയിഡ് ഇങ്ങപ്പുറത്തേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രഷർ എനർജി വർക്ക് ഈസ് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ്, ഇവിടെ വർക്ക് ഈസ് ഡൺ ബൈ ദ ഫ്ലൂയിഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് ഇവിടെ ശരിക്കും വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ്. അപ്പോൾ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കൂ, ക്ലാസ് റൂമിലേക്ക് കുട്ടികളെ ഇങ്ങനെ ഇവിടുന്ന് കയറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 10 ആളുകളെ കയറ്റി, പക്ഷെ 2 ആൾക്കാർ ഇത് ഇവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ നെറ്റ് എത്ര കുട്ടികളെ കയറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എന്നാണ് പറയാം. 10 - 2 8 എന്നല്ലേ? അതേപോലെ തന്നെ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്. അപ്പം എന്താ? വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എച്ച് A capital A minus work done by the fluid. മനസ്സിലായില്ലേ? H capital B. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എയിലെ ഫോഴ്സ് എന്താണ്? V1 A1 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ? V1 ഡെൽറ്റ ടി. മനസ്സിലായോ? മൈനസ് അവിടെ എന്താണ്? P2 A2 ഇൻറ്റു V2 ഡെൽറ്റ ടി ഇൻറ്റു V2 ഡെൽറ്റ ടി. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു A1 V1 A2 V2 എന്താണ്? ഈക്വൽ ആണ് അല്ലെ? ഇക്വേഷൻ നമ്പർ 1 ഇവിടെ A1 V1 ഉണ്ട്, ഇവിടെ A2 V2 ഉണ്ട്. അപ്പൊ രണ്ട് ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ആകുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഏത് ഒന്ന് പുറത്തെടുക്കുക. അപ്പൊ A1 V1 ഡെൽറ്റ ടി P1 മൈനസ് P2 എന്നായിട്ട് മാറി. ഇക്വേഷൻ നമ്പർ 3. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ എനർജി കൺസർവേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അതെന്താ? ബൈ കൺസർവേഷൻ ഓഫ് എനർജി നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പറയട്ടെ? അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, നമുക്ക് ഇവിടെ അടുത്ത പേജിലേക്ക് മാറണം. യെസ്, അപ്പോൾ നെറ്റ് വർക്ക് ഡൺ is equal to change in KE kinetic energy plus change in potential energy. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് A1 V1 ഡെൽറ്റ ടി A1 V1 ഡെൽറ്റ ടി ഇൻറ്റു P1 മൈനസ് P2 ദാറ്റ് ഈസ് ഈക്വൽ ടു അതന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത്? നോക്കാം. A1 V1 ഡെൽറ്റ ടി ഇൻറ്റു P1 മൈനസ് P2 ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നോക്കൂ, ഹാഫ് A1 V1 ഡെൽറ്റ ടി റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ആണ്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താണ്? A1 V1 ഡെൽറ്റ ടി റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് നമുക്ക് എന്താ കിട്ടുക? പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്താ കിട്ടി? A1 V1 ഡെൽറ്റ ടി റോ H2 മൈനസ് H1 മൈനസ് H1.
ഇത്രയും കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നോക്കൂ, വളരെ ഈസി ആയിട്ട് A1 V1 ഡെൽറ്റ ടി രണ്ട് ഭാഗത്തുമില്ലേ, A1 V1 ഡെൽറ്റ ടി ഇവിടെ ഉണ്ട്, A1 V1 ഡെൽറ്റ ടി ഈ ടേമിലുണ്ട്, A1V1 ഡെൽറ്റ ടി ഇതിലുണ്ട്. അത് ക്യാൻസൽ ചെയ്തു. അത് കഴിച്ച് ബാക്കിയുള്ളവർ ഇവിടെ ഒക്കെ വണ്ണിന്റെ ടേമുകളുണ്ട്, അതുപോലെ തന്നെ ടൂവിന്റെ ടേമുകളുണ്ട്. ആ വണ്ണുകളൊക്കെ നമ്മൾ ഒരു സൈഡിലും ടൂവിന്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലും വെക്കാം. ഇവിടെ ഓൾറെഡി P1 ഉണ്ട്, അപ്പോൾ P1 ഇവിടെ എഴുതി. P1 ഇവിടെ നോക്കൂ, ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ. അത് നമ്മൾ പുറത്ത് കൊണ്ടുവന്നാൽ എന്താവുക, പ്ലസ് ഐ ഹാഫ് റോ V1 സ്ക്വയർ. മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ പോസിറ്റീവ് ടേം അവിടെ ഉണ്ട്, അവിടെയൊക്കെ V2 നമ്മൾ അപ്പുറത്ത് എഴുതുന്നത്. അതുപോലെ നോക്കൂ, ഇവിടെ റോ ഇവിടെ ജി ഇവിടെ പോയി, ഒരു ജിന്റെ കുറവുണ്ട് ഇവിടെ, ജി MGH എന്നല്ലേ, അപ്പോൾ എം ആണിത്, GH നമ്മൾ അപ്പുറത്ത് എഴുതിയിട്ടില്ലേ, അത് നോക്കാം. ഇതാ ഇവിടെ നമ്മൾ ജിന്റെ കുറവ്, ഇതാ ഈ ജി ഇവിടെ എഴുതിയില്ല, ഇവിടെ എമ്മിനല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഈ എം ആണ് A1V1 ഡെൽറ്റ ടി റോ, പിന്നെ ഈ ജി നമ്മൾ ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, അവിടെ ജി കൂടെ എഴുതാം. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ ഈ നെഗറ്റീവ് ടേം ആരപ്പോൾ ഉള്ളത്, റോ GH1 അല്ലേ, മൈനസ് റോ GH1 പുറത്ത് കൊണ്ടുവന്ന എന്താവും, റോ GH1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് P2 അപ്പുറത്തുണ്ട് പ്ലസ് P2 ആയി. ഇവിടെ ഓൾറെഡി നമുക്ക് ആരുണ്ട്, ഹാഫ് റോ V2 സ്ക്വയർ, ഹാഫ് റോ V2 സ്ക്വയർ. പിന്നെ ആരാ അവിടെ ഉള്ളത്, റോ GH2, റോ GH2. ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എന്താ കിട്ടിയത്, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2 എന്ന് വെച്ചാൽ എന്താ, ഇൻ ജനറൽ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈക്വൽ ടു എന്താണ്, ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതിനല്ലേ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ച്. ദിസ് ഈസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഹെൻസ് ദ പ്രൂഫ്, ഹെൻസ് ദ പ്രൂഫ്. മനസ്സിലായോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇക്വേഷൻ ഇപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക, അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. നിങ്ങൾ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതോടൊപ്പം തന്നെ ഇക്വേഷൻ എന്താണ്, P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈക്വൽ ടു കോൺസ്റ്റന്റ്. എന്താ സ്റ്റേറ്റ്മെന്റ്, എന്താ സ്റ്റേറ്റ്മെന്റ്, സം ഓഫ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പ്രഷർ എനർജി പ്ലസ് യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം of an incompressible non-viscous fluid in streamline flow is a constant. മനസ്സിലായല്ലോ. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രൂഫ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിയിട്ട് അത് നന്നായിട്ട് മനസ്സിലാക്കുക, ആവർത്തിച്ച് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, എഴുതി പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ വെറുതെ അങ്ങനെ നോക്കിയെന്നുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എഴുതുക തന്നെ വേണം. എഴുതി കഴിഞ്ഞാലേ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അത് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നോക്കൂ, ഈ ഇക്വേഷനെ നമ്മൾ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റോ ജി അതായത് ഇവിടെ P ഡിവൈഡഡ് ബൈ റോ ജി, അപ്പം ഇവിടെയും ഹാഫ് റോ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം എന്താ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി പ്ലസ് എച്ച് അല്ലേ, റോ ജി ക്യാൻസൽ ചെയ്തു, ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റോ ജി. അപ്പോൾ യു വിൽ ഗെറ്റ് അനദർ കോൺസ്റ്റന്റ്. ഇതും ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ഇതും ബെർണോളിസ് മീൻസ് ഒരേ ടേം കൊണ്ടാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് ആൾസോ ബെർണോളിസ്. പക്ഷെ ഇങ്ങനെ ഇത് എന്തിനാണ്, ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടാൽ നിങ്ങളൊക്കെ മനസ്സിലാണ്. ഇത് നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? അത് പി ബൈ റോ ജി എന്തായിരുന്നത്, പി ബൈ റോ ജി. ഇത് ഓരോ കറസ്പോണ്ടിങ് ഹെഡുകളാണിത്, ഹെഡുകൾ. ഇത് പ്രഷർ ഹെഡ്, പിന്നെ കൈനറ്റിക് ഹെഡ്, അതുപോലെ ഗ്രാവിറ്റേഷണൽ ഹെഡ് അല്ലെ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ നിങ്ങൾക്ക് ഏത് രൂപത്തിലും ബെർണോളിസ് പ്രിൻസിപ്പിളിനെ പറയാം. അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ, ദ സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് അല്ലെ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, വെലോസിറ്റി ഹെഡ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഹെഡ്, അതെന്താണ്, അതൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ. ആ ബെർണോളിസ് പ്രിൻസിപ്പിളിനെ നിങ്ങൾക്ക് ആ രൂപത്തിലും സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി.
പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇത് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ നമ്മുടെ മൈൻഡിലുണ്ട്. അത് നിങ്ങളിത് നന്നായിട്ട് തറ വെക്കുക. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷനിലൊക്കെ നമ്മൾ പറയൽ വേറൊരു സെന്റൻസ് ആണ്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പറയുന്നില്ല, നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് എത്തും. അതിന് മുമ്പ് നിങ്ങൾ ഇത് അങ്ങോട്ട് സ്ട്രോങ് ആവട്ടെ. ബെർണോളിസ് പ്രിൻസിപ്പിളിന് ഇഷ്ടം പോലെ അപ്ലിക്കേഷൻസ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയാൽ എനിക്ക് നിങ്ങളെ പലതും കാണിക്കാനുണ്ടായിരുന്നു. പല എക്സ്പെരിമെന്റുകളൊക്കെ വളരെ രസകരമായ പല എക്സ്പെരിമെന്റുകളും ഉണ്ട് നമുക്ക് ക്ലാസ് റൂമിൽ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന. നമുക്കത് ഒക്കെ കാണുകയും വേണം. എന്തായാലും നമുക്കത് അറിയേണ്ടതുണ്ട്. വളരെ രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇതിൽ പറയും. ഈ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലായിട്ട് സംസാരിക്കും. അപ്പൊ ഇന്ന് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ്, അല്ലെങ്കിൽ ടോറിസെല്ലീസ് ലോ എന്ന് വിളിക്കും. സ്പീഡ് ഓഫ് എഫ്ലക്സ്. നമുക്ക് എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് ഔട്ട് ഫ്ലോ എന്നാണ്. ഔട്ട് ഫ്ലോ. അപ്പൊ നമുക്ക് ഇത് ഒരു വലിയൊരു ടാങ്കില് ഞാനിവിടെ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനിവിടെ ഒരു ഒറിഫൈസ് അല്ലെങ്കിൽ ഒരു ഓപ്പണിങ്, ഒരു ചെറിയൊരു ഓപ്പണിങ് ഇവിടെ ഇട്ടുണ്ട്. ആ സ്വാഭാവികമായിട്ടും ഈ ഓപ്പണിങ്ങിലൂടെ ലിക്വിഡ് പുറത്തേക്ക് ഇവിടുന്ന് ഒഴുകൂലേ, അതാണ് ഈ ഔട്ട് ഫ്ലോ. ആ ഔട്ട് ഫ്ലോന്റെ വെലോസിറ്റിയാണ് ഇവിടെ നമുക്ക് V1 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. V1 മനസ്സിലായല്ലോ. ഇവിടെ V1 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിക്വിഡ് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ലിക്വിഡിന്റെ ലെവൽ ഇങ്ങനെ താഴ്ന്നു വരും അല്ലേ. പക്ഷെ ഇവിടെ വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. ഇവിടെ ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം വലിയ ടാങ്കിന് ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ ലിക്വിഡ് പുറത്തു പോകുമ്പോൾ നമ്മളിവിടെ മുകളിൽ നോക്കിയാൽ ലിക്വിഡ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ആ താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുമോ? അല്ലെങ്കിൽ താഴേക്ക് വരുന്നതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് എന്തായിരിക്കും നമുക്ക് അവിടെ കിട്ടുക? നമുക്ക് ആൾമോസ്റ്റ് 0 ആയിട്ടാണ് കിട്ടുക. എനിവേ, ഞാനിവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാൻ പോവാം. അതെങ്ങനെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇവിടെ നോക്കും. ഇത് 1, ഈ ഹോളിന്റെ ഇവിടെ ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1ലും 2ലുമാണ് ഞാൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോക്കൂ, ക്യാപിറ്റൽ A1. ഇവിടുത്തെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോക്കൂ, A2. ഇവിടുത്തെ വെലോസിറ്റി V1. ഇവിടെ താഴേക്ക് ലിക്വിഡ് ലെവൽ താഴ്ന്നതിന്റെ വെലോസിറ്റി V2 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? A1 V1 ഈക്വൽ ടു A2 V2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ചെയ്തൂടെ? എനിക്ക് V1 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ. V1 ആണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് നമ്മൾ എഫ്ലക്സ് സ്പീഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. V1നെയാണ് നമ്മൾ എഫ്ലക്സ് സ്പീഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കും, ഞാൻ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി റെപ്രസെന്റ് ചെയ്യാം. V2 ഈസ് ഈക്വൽ ടു എന്താ കിട്ടാം? V2 ഈസ് ഈക്വൽ ടു A1 ബൈ A2 ഇൻറ്റു V1. അപ്പൊ A1 എന്ന് പറഞ്ഞത് വളരെ ചെറുത്, A2 എന്ന് പറഞ്ഞത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുത്. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ വളരെ ചെറുതും ഡിനോമിനേറ്റർ വളരെ വലുത് പറഞ്ഞാൽ ദിസ് ഈസ് വെരി 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 സ്മോൾ ആണ് ഈ ക്വാണ്ടിറ്റി. അതിന് V1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് നെഗ്ലിജിബിൾ ആണ്. എന്ന് വെച്ചാൽ V2നെ നമുക്ക് ആൾമോസ്റ്റ് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 0 ആയിട്ട് നമുക്ക് പരിഗണിക്കാം V2നെ. മനസ്സിലായോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കൂ, ഇക്വേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവാണ് ഇവിടെ. ഈ 1ലും 2ലും ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. അതെങ്ങനെ? 1ലെ പ്രഷർ ആരവിടെ? PA. ദിസ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ 1ലെ പ്രഷറിനെ നോക്കൂ, PA. കാരണം നമ്മൾ ഇക്വേഷൻ എന്താ? P പ്ലസ് അല്ലെ, എന്താ ഇക്വേഷൻ? P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അതന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ PA പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള ഹൈറ്റ്. അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഹൈറ്റ് ഇവിടെ ആരാ? Y1. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഡയഗ്രാം എടുത്ത് വെച്ചാൽ Y1 ദാറ്റ് ഈസ് ഈക്വൽ ടു. അടുത്ത P2. അപ്പൊ P2 എന്ന് പറഞ്ഞതിന് ഓക്കെ, നമ്മൾ P2 എന്ന് എഴുതിയാൽ P2 പ്ലസ്, കാരണം P1 ഇല്ലാതെ പിന്നെ 2 എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് P2നെ ഇവിടെ P എന്ന് എഴുതി. കേട്ടോ, ഇവിടെ 1നെ നമ്മൾ P എന്ന് റീപ്ലേസ് ചെയ്തല്ലോ. അപ്പൊ ഇതിന് നമ്മൾ P എന്ന് കൊടുത്താൽ മതി. അപ്പൊ P പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ അതുണ്ടാവോ? കാരണം V2 സ്ക്വയറിനെ നമ്മൾ V2നെ 0 ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ റോ G ഇവിടുന്നുള്ള ഹൈറ്റ് നമുക്ക് Y2 ആണ്. അപ്പോ റോ G Y2 മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ ഇതില്? ഓക്കെ. അപ്പൊ ഇതിൽ നോക്കുക, നമ്മള് ഹാഫ് റോ V1 സ്ക്വയർ, ഈ V1 ആണ് നമുക്ക് വേണ്ടത്, അതിന് മാത്രം അങ്ങോട്ട് നിർത്തി ബാക്കി വെക്കാണ്ടുണ്ട്. അപ്പൊ P മൈനസ് PA, പിന്നെ പ്ലസ് ഇവിടെ ഉള്ളത് റോ G Y2, ഈ ടേം ഇങ്ങോട്ട് വരുമ്പോ മൈനസ് Y1.
അതായത് റോ ജി ബൈ ടു മൈനസ് റോ ജി ബൈ വൺ എന്താ വേണ്ടത് അല്ലെ? റോ ജി ബൈ ടു മൈനസ് റോ ജി ബൈ വൺ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഈ വൈ ടു മൈനസ് വൈ വൺ നോക്കും. ഇത് മൊത്തം വൈ ടു, ഇത് വൈ വൺ. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഹൈറ്റ് കിട്ടും. അതിനെ ഇവിടെ എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എച്ച് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു പി മൈനസ് പി എ പ്ലസ് റോ ജി എച്ച് നമുക്ക് റോ ജി എച്ച്. ഇനി നമുക്ക് ബി വൺ സ്ക്വയർ ആണ്. അപ്പോൾ ബി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ടു മേലെ പോയി, അപ്പോൾ ടു ഇൻറ്റു പി മൈനസ് പി എ. ദെൻ റോ താഴേക്ക് വന്നു, റോ പ്ലസ് ഈ റോ താഴേക്ക് വരുമ്പോൾ ഈ റോ ക്യാൻസൽ ചെയ്യും, ടു മേലേക്ക് വന്നു. അപ്പോൾ ടു ജി എച്ച് കിട്ടി, ടു ജി എച്ച്. മനസ്സിലായല്ലോ? therefore v1 is equal to എന്താ കിട്ടുക? റൂട്ട് ഓഫ് 2gh plus 2 into p minus pa divided by rho. ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. v1 is equal to 2gh plus 2 into p minus pa divided by rho എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഈ ടോറിസെല്ലീസ് ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇത് ഇവിടെ ഓപ്പൺ ടു എയർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഈ ക്ലോസർ ഇല്ല, ദിസ് ഈസ് ഓപ്പൺ ടു എയർ. ഇത് ഓപ്പൺ ടു എയർ ആണെങ്കിൽ അപ്പൊ പി എന്തായി മാറും? അപ്പൊ പി, ഇഫ് ഇറ്റ് ഈസ് ഓപ്പൺ ടു എയർ, then p is equal to p ആയി. p is equal to p ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ p മൈനസ് പി എന്നല്ലേ വരിക. അപ്പൊ പി എ മൈനസ് പി ഐ, ഈ ടേം ഫുള്ള് പോയി. അപ്പൊ v1 is equal to നമുക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് 2gh എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോറിസെല്ലീസ് ലോ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് നോക്കൂ, അപ്പൊ v1 is equal to നമുക്ക് എന്താ കിട്ടി? റൂട്ട് ഓഫ് 2gh. ദിസ് ഈസ് കോൾഡ് സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓർ എഫ്ലക്സ് സ്പീഡ് ഓഫ് ദ ലിക്വിഡ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഈ റൂട്ട് ഓഫ് 2gh. നിങ്ങൾക്ക് എന്താ ഓർമ്മ ഉണ്ടാവും? നമ്മൾ കൈനമാറ്റിക്സിൽ മോഷനെ സ്ട്രൈറ്റിൽ പഠിച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ അതിങ്ങനെ ഫാൾ ചെയ്തിട്ട് അവസാനം ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് റൂട്ട് ഓഫ് 2gh. ഈ ഹൈറ്റ് എച്ച് ആണെങ്കിൽ അപ്പൊ അതിനെ തന്നെയാണ് നമുക്ക് ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ഇസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ സ്പീഡ് വിച്ച് എ ഫ്രീലി ഫാളിംഗ് ബോഡി, കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ ഫ്രീലി ഫാളിംഗ് ബോഡി അക്വയേഴ്സ് വെൻ ഫാളിംഗ് ത്രൂ എ ഹൈറ്റ് equal to the distance between the surface of the liquid and the orifice. Orifice എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഓപ്പണിംഗ്. ദിസ് റിസൾട്ട് ഈസ് കോൾഡ് ടോറിസെല്ലീസ് ലോ. ഈ ഒരു കമ്പാരിസൺ ആണ് സത്യത്തിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോറിസെല്ലീസ് ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. ടോറിസെല്ലീസ് ലോ മനസ്സിലായല്ലോ? അപ്പൊ സ്പീഡ് ഓഫ് എഫ്ലക്സ് നോക്കൂ. സ്പീഡ് ഓഫ് എഫ്ലക്സ്, കാരണം ഇതിലെ ഔട്ട്ഫ്ലോന്റെ സ്പീഡിന്റെ ജനറൽ ഇക്വേഷൻ നമ്മളോട് കൊണ്ടുവന്നു. ഇതിൽ നമ്മളൊരു കണ്ടീഷൻ കൂടി കൊടുക്കുക. ഇത് ഇവിടെ ക്ലോസ്ഡ് അല്ല, അത് ഓപ്പൺ ടു എയർ ആണെങ്കിൽ അപ്പോൾ ഇക്വേഷൻ റൂട്ട് ഓഫ് 2gh ആയി. ഈ റിസൾട്ടിനെയാണ് നമ്മൾ സാധാരണ സ്പീഡ് ഓഫ് എഫ്ലക്സ് അല്ലെ ടോറിസെല്ലീസ് ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? ടോറിസെല്ലീസ് ലോ ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കൂ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. നോക്കാം നമുക്ക് ആ പോയിന്റ് എന്താന്നുള്ളത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മളോട് പറഞ്ഞ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു. ഓക്കെ, ഇത് റെഡി ആണല്ലോ? നമ്മൾ പലവട്ടം സംസാരിച്ച കാര്യം. ഇതിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ഈ ഇക്വേഷനിൽ അല്ല നമ്മൾ പറയാം. ഈ ഇക്വേഷനിൽ തന്നെയാണ് നമ്മൾ തുടങ്ങുക. പക്ഷേ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ കാലിക്കറ്റ് പ്ലാനറ്റോറിയത്തിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സാധനം. ഇപ്പൊ ആ ഡിവൈസ് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ആ ഫൺ ഗാലറി എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഫണൽ പോലെ ഒരു സാധനം അവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഈ നെക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ പാർട്ട്, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒടിക്കാനൊക്കെ പറ്റും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പെഡലുണ്ട്. അപ്പൊ ആ പെഡൽ നമ്മൾ അമർത്തുമ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യും. മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് എയർ വരും. അപ്പൊ ഇവിടെ ഒരു ബോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒരു ബോൾ. ആ ബോൾ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഒരു ഫീൽ ചെയ്യും. നമ്മൾ ഈ ഫണലിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇതിനെങ്ങനെ ആക്കി നീരിക്കാം, ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഈ ഫണലിന്റെ നെക്ക് ഇവിടെ എത്തി. അപ്പൊ ഈ ബോൾ കാണാൻ ഇവിടെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഇവിടെ നിൽക്കും, ഇങ്ങോട്ട് താഴേക്ക് വീഴില്ല. എന്നിട്ട് അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സൈഡിലവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ. എന്നിട്ട് എന്താ പറയുക ബെർണോളിസ് പ്രിൻസിപ്പിൾ അവിടെ എഴുതി വെച്ച് നമ്മൾ ഈ ഇക്വേഷനോ അല്ലെങ്കിൽ സം ഓഫ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അതൊന്നുമില്ല. അവിടെ എന്താ പറയുക, ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്.
ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു എക്യുപ്മെന്റ് പിന്നെ അപ്പാരറ്റസ് ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. അത് നമുക്ക് ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന കാര്യമാണ്. നിങ്ങൾ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവും, ചിലർക്കെങ്കിലും അത് ഓർമ്മ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിന്റെ സിമ്പിൾ ഫോർമാറ്റ് ഒക്കെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുണ്ട്. ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണത്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ആയതിനു ശേഷം നമുക്ക് നോക്കാം. അപ്പൊ എനിവേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നോക്കൂ, H1 ഈക്വൽ ടു H2 എന്നാക്കി. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിടത്തൊക്കെ ഈ രൂപത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടുത്തെ ഹൈറ്റും ഡിഫറെന്റ് ആയിരുന്നു, പക്ഷെ ഇത് ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ്. H1 ഈക്വൽ ടു H2. അപ്പൊ H1 ഈക്വൽ ടു H2 ആണെങ്കിൽ നോക്കുക, അപ്പൊ ഈ ടേമും ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പൊ ഇക്വേഷനിൽ ആരാ ബാക്കി ഉണ്ടാവുക? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. അപ്പൊ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതിലൊക്കെ ഈ ഹാഫ് റോ ഇതൊരു കോൺസ്റ്റന്റ്, കാരണം ഡെൻസിറ്റി ഇവിടെ കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ ഇതിലിപ്പോ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഈ പ്രഷറും വെലോസിറ്റിയും. അപ്പൊ നിങ്ങൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെലോസിറ്റി കുറയണം, എന്നാലേ ഇവിടെ കോൺസ്റ്റന്റ് ആവുള്ളൂ. അതാണ് ആസ് പ്രഷർ ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസ്, അല്ലെങ്കിൽ ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. മനസ്സിലായോ? ഫ്രം ദ അബോവ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പലരും ഇത് പറയുകയാണെങ്കിൽ ഇത് എവിടുന്ന കിട്ടിയെന്ന് പലർക്കും ഇത്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യം കാണൂല. അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ വേണം. വെലോസിറ്റി കൂടുന്ന സമയത്ത് പ്രഷർ കുറയുന്നു. ഇനി ഇത് പല ആളുകൾക്കും ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് പറയാൻ കഴിയും. അതായത് ഇപ്പൊ നോക്കൂ, ഒരു പൈപ്പിലൂടെ നന്നായിട്ട് വെള്ളം വരും, ഇതിലൂടെ നല്ല വെലോസിറ്റിയാണ് കൂടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വെള്ളം നോക്കൂ ഇവിടെ വാളിൽ ഹിറ്റ് ചെയ്യാം. അപ്പൊ അത് ഹൈ പ്രഷറിലല്ലേ ഇവിടെ ഹിറ്റ് ചെയ്യാം. ആ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ സാധാരണ പ്രഷർ കൂടല്ലേ ചെയ്യാം. പക്ഷെ ഇവിടെ പറഞ്ഞ വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ശരിയാണോ? ഈ ക്വസ്റ്റ്യന് തിരിച്ചു ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. പല ടീച്ചേഴ്സ് അടക്കം ചോദിക്കുന്ന ചോദ്യം അതാ, ഇങ്ങനെ വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നത് കൂടല്ലേ ചെയ്യുക, നല്ല വെലോസിറ്റി വരുമ്പോൾ നല്ല പ്രഷറിലല്ലേ വരുന്നത് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് സ്ട്രീം ലൈൻ ഫ്ലോക്ക് അല്ലേ നമ്മൾ ഈ പറഞ്ഞത്. വെള്ളം ഇതിലൂടെ പോകുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ടോ, ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്, അല്ലാതെ ഫൈനലി എവിടെയെങ്കിലും പോയിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറിനെ കുറിച്ചല്ല. മനസ്സിലായോ? ഒന്നുകൂടെ ലിക്വിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതതിന്റെ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഫൈനലി ലിക്വിഡ് പുറത്തു വന്നിട്ട് ഏതെങ്കിലും ഒരു സർഫസിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറിനെ കുറിച്ചല്ല. മനസ്സിലായോ? അപ്പൊ നോക്കി, ഇതിലൂടെ നോക്കും നല്ല വെലോസിറ്റിയിലാണ് ലിക്വിഡ് പോകുന്നതെങ്കിൽ ലിക്വിഡ് ഫുൾ ആ വെലോസിറ്റിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഈ വാൾസിൽ ലീസ്റ്റ് പ്രഷർ ആയിരിക്കും ഇതിന്റെ വാൾസിൽ എക്സെപ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ് ഇതിനുള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നേരെ മറിച്ച് ലിക്വിഡിന്റെ വെലോസിറ്റി പതുക്കെയാണ് ഇതിലൂടെ ലിക്വിഡ് പോകുന്നതെങ്കിൽ അത് അതിന്റെ വാൾസിൽ നോക്കൂ, ആ പൈപ്പിന്റെ അറ്റത്ത് നോക്കൂ, അപ്പുറത്തും ഇപ്പുറത്തും ഫോഴ്സ് ഇങ്ങനെ എക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഹൈ സ്പീഡിൽ പോകുമ്പോൾ അവിടെ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ വളരെ കുറവായിരിക്കും. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പിന്നെ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ബൈക്ക് നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് റോഡിൽ ചെറിയൊരു കുഴി കിട്ടും, ചെറുതാ, അത്ര വലുതല്ല, ചെറിയ കുഴി. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി അങ്ങനെയൊക്കെയാണ് പോവാം. നേരെ പക്ഷെ ഹൈ സ്പീഡിൽ വരുന്ന സമയത്താണ് ഇങ്ങനെ കുഴി കണ്ടതെങ്കിൽ പിന്നെ അവിടെ ഏറ്റവും ഉചിതം എന്താ പറയുക, ബ്രേക്ക് ചെയ്യാതൊക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ടെസ്റ്റ് ചെയ്യണ്ട കേട്ടാൽ മതി. പിന്നെ അപ്പൊ നമ്മൾ അത്ഭുതപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴിയുള്ള വിവരം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നല്ല സ്പീഡിലാണ് പോകണമെങ്കിൽ നേരാണ് പോയിട്ടുണ്ടാവും. ചെറിയ കുഴീനെ പറ്റിയാണ് പറയുന്നത്. വലിയ കുഴിയിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോണ സമയത്ത് നല്ല സ്പീഡിൽ പോയിട്ട് പിന്നെ കുഴിയിൽ ചാടിയിട്ട് പിന്നെ അവിടെ കുഴിയിൽ നിന്ന് എന്നെ ഫോൺ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ ഐഡിയ അപ്ലൈ ചെയ്താണ്, ഞാൻ ഇവിടെ കുഴിയിലുണ്ട് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, ചെറുതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന എന്താ സംഭവം എന്താ, നല്ല സ്പീഡിൽ നമ്മൾ പോകുന്ന സമയത്ത് ഗ്രൗണ്ടുമായിട്ടുള്ള കോണ്ടാക്ട് തന്നെ കുറവായിരിക്കും. ഗ്രൗണ്ടിൽ നമ്മൾ വേണ്ടത്ര പ്രഷർ എക്സെപ്റ്റ് ചെയ്യില്ല.
നേരെ കുറച്ച് പതുക്കെ ഇങ്ങനെ പോകുന്നതാണെങ്കിലോ അയാൾ നോക്കുക അതിലിങ്ങനെ ഉരുണ്ട് ആ ടയർ ഇങ്ങനെ ആയിക്കൂടെ ആ കുഴിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നന്നായിട്ട് ഗ്രൗണ്ടിൽ പ്രഷർ എക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോവുക. സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ കുറയും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പുറത്തേക്ക് ചാടിയിട്ടുള്ള ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഡ്യൂറിങ് ദ ഫ്ലോ അത് ആ പൈപ്പിന്റെ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, നല്ല വെലോസിറ്റിയിൽ ലിക്വിഡ് പോകുമ്പോൾ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. എന്നാൽ വെലോസിറ്റി കുറവാണെങ്കിലോ വാൾസിൽ നല്ല പ്രഷർ എക്സേർട്ട് ചെയ്യും. മനസ്സിലായോ? എന്നാൽ വളരെ ഈ കാര്യം കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ പറയല് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി ടി കോൺസ്റ്റന്റ് എന്ന് പറയുകയാണെങ്കിലും മിക്ക അപ്ലിക്കേഷനിൽ നമ്മൾ പറയല് ആസ് വെൽ എന്താ ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചാൽ ആസ് വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് എന്നാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ അതെങ്ങനെ വെലോസിറ്റി കൂടെ പ്രഷർ കൂടില്ലേ എന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ നന്നായിട്ട് അറിയേണ്ടി വരും. ഇതിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിൽ കൊടുത്തുള്ള ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, വെരി ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യും. എക്സാമിനും എൻട്രൻസിനും ബോർഡ് എക്സാമിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഫിഗർ എ ആൻഡ് ബി റെഫർ ദ സ്റ്റഡി ഫ്ലോ ഓഫ് എ നോൺ വിസ്കസ് ഫ്ലൂയിഡ്. വിച്ച് ഓഫ് ദ ടു ഫിഗേഴ്സ് ഈസ് ഇൻകറക്റ്റ്? തെറ്റായ ഫിഗർ ഇതിലേതാണ് എന്ന് വെച്ചാൽ ഇതിലൂടെ ലിക്വിഡ് ഇത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ട്യൂബ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്യൂബിലൊക്കെ ഇത്ര ലിക്വിഡ് ഒന്നുണ്ട്, ഇതിലൂടെ ഇത്ര ഹൈറ്റ് വരുന്നുണ്ട്. ഇതും അതേപോലെ തന്നെയാണ്, പക്ഷെ ഇതിൽ നേരെ റിവേഴ്സിലാണ് കൊടുത്തത്. ഇതിൽ ഏത് ഫിഗറാണ് തെറ്റ് എന്നാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, തെറ്റവിടെ കേട്ടെ, നമ്മൾ തൽക്കാലം ശരിയായ ഫിഗർ ഇതിൽ ഏതാണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് തെറ്റ് പറയാം. അപ്പൊ കുഴപ്പമില്ല. അപ്പോ ശരി ഏതാണ് നോക്കാം. ഇവിടെ ലിക്വിഡ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വണ്ണം കൂടുതലാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇതിന്റെ ആൻസർ പറയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട. വീഡിയോ പോസ് ചെയ്യും, എന്നിട്ട് ഒറ്റയ്ക്ക് ആൻസർ കണ്ടെത്ത്, എന്നാലും നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ശരിയാണെന്ന് ശരിയാവുള്ളൂ. എന്നിട്ട് ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്പ്ലനേഷൻ തുടങ്ങാണ്. നിങ്ങൾക്ക് ആൻസർ നിങ്ങളുടെ ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ എന്നെ തുടർന്ന് കേൾക്കാവൂ. നോക്കി, ഇതിൽ ഇവിടെ വണ്ണം കൂടുതലാണ്. വണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെലോസിറ്റി കുറയും അല്ലെ. വണ്ണം കൂടിയെടുത്ത് വെലോസിറ്റി കുറയും. അപ്പൊ ഇവിടെ വെലോസിറ്റി കുറവാണ്. വെലോസിറ്റി കുറഞ്ഞാൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ സൈഡിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ കൂടും. ആസ് വെലോസിറ്റി ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ്. അപ്പൊ ഇവിടെ വണ്ണം കൂടുതലാണ്, അപ്പൊ വെലോസിറ്റി കുറവും. വെലോസിറ്റി കുറഞ്ഞാൽ സൈഡിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ കൂടും. സൈഡിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇതിലൂടെ കൂടുതൽ ഹൈറ്റിലാണ് ലിക്വിഡ് വരേണ്ടത്, അപ്പൊ ഇവിടെ കുറവാണ്. അപ്പൊ ഇത് ഇൻകറക്റ്റാ, ഇത് ഇൻകറക്റ്റ് ആണ്. എന്നാൽ ഇവിടെ നോക്ക്, ഇവിടെ വെലോസിറ്റി കുറവ്, വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ അവിടെ സൈഡിലൂടെ നല്ല ലിക്വിഡ് പുറത്തേക്ക് തെറിക്കും, അപ്പൊ ഇവിടെ നല്ല ഹൈറ്റിൽ ലിക്വിഡ് വരും. എന്നാൽ ഇവിടെ വണ്ണം കുറവാണ്. വണ്ണം കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയാൽ കൂടുതലും ആ പോക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. സൈഡിൽ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുമ്പോൾ ലിക്വിഡ് കുറഞ്ഞ ഹൈറ്റിൽ. അപ്പൊ ഇത് കറക്റ്റ് ഡയഗ്രാണ്, കറക്റ്റ് ഡയഗ്രാം. ഇനി നമ്മളോട് ഇൻകറക്റ്റ് ഏതാണെന്നാ ചോദിച്ചത്. ഇൻകറക്റ്റ്. അപ്പൊ ഇൻകറക്റ്റ് ഏതാ? ഫിഗർ എ ഇൻകറക്റ്റ്, ഫിഗർ ബി കറക്റ്റ്. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. ഞാൻ ഇതിന് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു ലെക്ചർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷന് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ടോറിസെല്ലീസ് ലോ നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് സംസാരിക്കാനുള്ള ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ കിട്ടില്ല. കുറച്ച് ആപ്ലിക്കേഷൻ കൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, താങ്ക് യു.